സ്ക്വാഷിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നല്ല കളറിലും നല്ല ഫ്ലേവറിലും ഉള്ള പൈനാപ്പിളിന്റെയും അതുപോലെ ഗ്രേപ്സിന്റെയും സ്ക്വാഷിന്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരു മാസം വരെ കേടൊന്നും കൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനെടുത്ത് ഇതുപോലെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നമുക്ക് സ്ക്വാഷായിട്ട് എപ്പം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്രേപ്സിന്റെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൽ ഗ്രേപ്സ് 1 കിലോ ഗ്രേപ്സ് കഴുകി വൃത്തിയാക്കിയതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഗ്രേപ്സ് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് നല്ലതുപോലെ ഒന്ന് തിളച്ചു വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് കൂടെ നല്ലതുപോലെ ഒന്ന് ഈ ഗ്രേപ്സ് എല്ലാം നല്ലതുപോലെ വെന്ത് വരുന്നിടം വരെ വേവിച്ചെടുക്കുക. ഇപ്പൊ ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കാം. ഇപ്പൊ ചൂടൊക്കെ മാറി ഇത് നല്ലതുപോലെ തണുത്ത് ഫ്രിഡ്ജിൽ ഞാനൊരു 5 മിനിറ്റ് കൂടെ വെച്ചിരുന്നു. അതുകൊണ്ട് നല്ലതുപോലെ തണുത്തിരിക്കുകയാണ്. അപ്പൊ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ ഗ്രേപ്സിനകത്ത് സീഡ് ഇല്ലാത്തതാണ്. സീഡുള്ളയാണെങ്കിൽ സീഡൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. ഇതിന്റെ തന്നെ ജ്യൂസും കൂടെ ഒഴിച്ചാണ് ഞാൻ ഇതൊന്ന് അടിച്ചെടുക്കുന്നത്. അപ്പൊ ഇത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഒന്ന് അരിച്ച് ഇതിന്റെ ജ്യൂസ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഗ്രേപ്സ് എല്ലാം ഞാൻ ഇതുപോലെ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഗ്രേപ്സ് വേവിച്ചപ്പോൾ ആ ജ്യൂസ് ഇല്ലേ, ആ വെള്ളത്തിലെ കളർ ഇറങ്ങിയത്, അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഗ്രേപ്സിന്റെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ക്വാഷ് ആക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചു. പാത്രത്തിലോട്ട് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്താലും മതി കേട്ടോ. അതായത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷുഗർ വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ 1 കപ്പ് ഷുഗറാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വറ്റി വരണം. വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരു സിറപ്പിന്റെ ഫോമായി വരണം കേട്ടോ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഇതൊന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വറ്റി വരണം. ഇപ്പൊ ഇത് കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇത് ഒരു സിറപ്പിന്റെ, അതായത് കുഞ്ഞുങ്ങളുടെയൊക്കെ സിറപ്പില്ലേ, ആ ഒരു സിറപ്പിന്റെ തിക്നെസ്സോടെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ചൂടൊക്കെ ആറുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് തിക്കാവും. അതിലും കൂടുതൽ നമ്മൾ ഒത്തിരി ഇങ്ങ് തിക്കായി പോയാലും അപ്പൊ അത് ആ കറക്റ്റായിട്ട് അലിഞ്ഞു വരത്തില്ല നമ്മൾ വെള്ളം മിക്സ് ചെയ്യുമ്പോൾ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടാറി കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ഇതുപോലെ ഒരു കണ്ടെയ്നറിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി പൈനാപ്പിളിന്റെ സ്ക്വാഷ് എങ്ങനെയാ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു പൈനാപ്പിള്, നല്ല മധുരമുള്ള പഴുത്ത പൈനാപ്പിളാണ്, അപ്പൊ അത് എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസുകളായിട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്ത് ഇതുപോലെ ഒരു അരിപ്പയിൽ നല്ലതുപോലെ അരിച്ച് ഇതിന്റെ ജ്യൂസ് മാത്രമായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇപ്പൊ ഇതിന്റെ ജ്യൂസ് മാത്രമായിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ 2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് 1 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചു വരണം. നല്ലതുപോലെ തിളച്ച് കുറച്ചൊന്ന് കുറുകി, അതായത് ഒരു സ്റ്റിക്കി ഫോം ആയിട്ട് വരണം. ഒരു ചെറുതായിട്ട് ഒട്ടുന്ന പോലെ ആയി വരണം. അതുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം.
ഇപ്പൊ ഇത് തിളച്ച് നല്ലതുപോലെ ആ ഒരു സ്റ്റിക്കി ഫോമിൽ എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ആ ജ്യൂസ്, പൈനാപ്പിളിന്റെ ജ്യൂസ് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഗ്രേപ്സിന്റെ ആയതുപോലെ തന്നെ ഒന്ന് കുറുകി ആ സിറപ്പിന്റെ ഫോമായി വരണം. അപ്പൊ ആ ഒരു പാർട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത് മിസ്സായിപ്പോയി. എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ആ പാർട്ട് കണ്ടില്ല കേട്ടോ. അപ്പൊ ആ ഒരു പാർട്ടില്ല. അപ്പോൾ ഈ കണ്ടെയ്നറിലോട്ട് ചൂടാറി കഴിഞ്ഞിട്ട് ഈ കണ്ടെയ്നറിലോട്ട് ഒഴിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രമാത്രം തിക്കായിട്ടുണ്ടെന്ന്. അപ്പൊ ആ ഒരു സിറപ്പിന്റെ ഫോമിൽ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടൊക്കെ ആറിയതിനു ശേഷം നമുക്ക് ഈ ഒരു കണ്ടെയ്നറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് 1 മാസം വരെ കേടൊന്നും കൂടാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് മിക്സ് ചെയ്യുന്നതും കൂടെ ഞാൻ കാണിക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് ഒഴിച്ചു. ഒന്നില് ഗ്രേപ്സിൻ്റെതും ഒന്നിൻ്റെത് പൈനാപ്പിളിന്റെയും സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്, സ്ക്വാഷ് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് ഐസ് ക്യൂബ്സ്, ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് വെള്ളം കൂടെ ആഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ സ്ക്വാഷ് ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.